നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം. അതാ ഇടതുപക്ഷം. മനസ്സിലൊന്ന് കരുതുക, പുറകിൽ ഉടുക്കേണ്ട കടാരങ്ങളെ ഒളിച്ചു പിടിക്കുക, കൂട്ടുക. ഇതൊന്നും ശരിയല്ല, ഇതൊന്നും ശരിയായ കാര്യമല്ല. ഞങ്ങളുടെ പാർട്ടിയുടെ LDFിൻ്റെ എല്ലാ യോഗം നടക്കുന്നൊരു വീടുണ്ട്, നമ്മുടെ പരമ്പരാഗത പാർട്ടി കുടുംബം. KK ചെല്ലപ്പൻ്റെ മകളെ കല്യാണം കഴിച്ച വീടാണ് എടുക്കും. അപ്പോൾ അവരുടെ കുടുംബത്തിൽ ആഭ്യന്തര കലാപം. മകനെ KK ചെല്ലപ്പൻ്റെ മകളും എടുക്കൊണ്ട് പോയി. അതായത് കൊച്ചിൻ്റെ അച്ഛൻ്റെ വീട്ടുകാരെ കാണിക്കുന്നു പത്രം. ആ അമ്മ പാർട്ടി ഓഫീസ് വന്നു. ഞാൻ പറഞ്ഞ കേൾക്കുമെന്നാണ് അവിടെ വിശ്വാസം. ഞാൻ പറഞ്ഞു KKS പറഞ്ഞ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ സ്ഥാനാർത്ഥി ഇറങ്ങുന്ന എനിക്ക് കാര്യമല്ലോ. പുള്ളി ഇലക്ഷൻ കമ്പനിയുടെ സെക്രട്ടറി ആയില്ലേ, ഞാൻ ജയിക്കണമെന്നല്ല. പുള്ളി കുട്ടിയുടെ കാര്യമാണ് പറഞ്ഞത്, മരിച്ചു പോയാൽ പറയാതിരിക്കാം, ഞാൻ തോറ്റു വരും. അവരാരും 100-300 വോട്ടാണ് അങ്ങ് മാറിയല്ല. കൊച്ചിൻ്റെ എൻ്റെ കൊച്ചാണോ, ഞാൻ വല്ലതും ചെയ്തിട്ടാണ്. ഞാൻ ഇവിടുത്തെ രീതി പത്തിയൂർ നമ്മുടെ ശക്തിയില്ല. 5 ചെറുപ്പക്കാർ ആ സ്പിന്നിംഗ് മില്ലിൻ്റെ കിഴക്ക് വെച്ചുള്ള സകല വീട്ടിൽ കല്ലെറിഞ്ഞിടാത്തത്. വോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ സാറിന് വോട്ട് തരത്തില്ല അവിടെ, കാരണം സാറിനുള്ള വിരോധമാണ്. ഞങ്ങളുടെ വീടൊക്കെ എറിഞ്ഞതാകത്ത്. ഞാൻ അവിടെ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ഉദ്ദേശിച്ച ഭൂരിപക്ഷം അവിടെ വന്നില്ല. പിന്നെ ഒരാൾ നടന്നങ്ങ് പറയുകയായിരുന്നു വോട്ട് കൊടുക്കുക. പേരത് ഞാൻ എത്തുകയാണ്. നടന്ന നായന്മാരെവിടെ ഉണ്ട്, അവിടെ എല്ലാം നടന്നത് പറയുക. തടയാനാരും ഉണ്ടായില്ല, നിയന്ത്രിക്കാനാരും ഉണ്ടായില്ല. അവസാനം 10,000-10,000 വോട്ടിന് മദനിയെ ജയിലിലടച്ച കാലം കൂടിയാണ്. മുസ്ലിങ്ങളുടെ വോട്ട് കുറയുന്ന കാലമാണ്. ഞാൻ ഒരു 1300 തോറ്റ് എന്നിട്ട് ഞാൻ 17,000 വോട്ട് ജയിക്കുമായിരുന്നു. എല്ലാം കായംകുളത്തുള്ള കാര്യം ആര്യസിലും നമ്മുടെ ഷേഖിനോട് എന്നോട് കാണിക്കുന്നുണ്ട്, പലരോടെയും കാണിച്ചിട്ടുണ്ടാവും. വിശ്വാസമുണ്ടെന്നോ കാണിച്ചു. മുനിസിപ്പൽ ചെയർമാന് കെട്ടിവെച്ച കാശ് കിട്ടില്ല, അറിഞ്ഞില്ല. അടുത്ത ഇലക്ഷനിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ വേറെ എവിടെയെങ്കിലും? കെട്ടിവെച്ച കാശ് കിട്ടിയിട്ടില്ല. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ മനസ്സ് ശുദ്ധമായിരിക്കണം. അതാ ഇടതുപക്ഷം. മനസ്സിലൊന്ന് കരുതുക, പുറകിൽ ഉടുക്കേണ്ട കടാരങ്ങളെ ഒളിച്ചു പിടിക്കുക, കൂട്ടുക. ഇതൊന്നും ശരിയല്ല, ഇതൊന്നും ശരിയായ കാര്യമല്ല. രണ്ടാമത് ഞാൻ അമ്പലപ്പുഴയിൽ ജയിച്ച് രണ്ടാമത് ഞാൻ മിനിസ്റ്റർ ആയല്ലോ 2006, 2014 ആയി.